ചുരുക്കി പറഞ്ഞാൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും ഒക്കെ ബഹുമാനവും അവരുടെ മുഅ്ജിസാത്തുകളും കറാമാത്തുകളും താരീഖുകളും മദ്ഹുകളും ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. അത് തന്നെയാണ് ഉറൂസിൻ്റെ സദസ്സിലും നടക്കുന്നത്. ഏത് മഹാന്റെ ഉറൂസാണോ അവിടെ ആ മഹാനുമായി ബന്ധപ്പെട്ട മൗലിദുകളും കാര്യങ്ങളും അവിടെ നടന്നു വരുന്നു. ഒരുപാട് ഖൈറാത്തുകൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ നാട്ടിൽ ഈ ഉറൂസ് നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ സമ്മേളിച്ചത്. ഇത്രയും സയ്യിദന്മാർ, ഉസ്താദുമാർ എല്ലാവരും ഇവിടെ എത്തി. ഇവിടെ ഇൽമുകൾ ധാരാളമായി പറയുന്നു, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലൂമുകൾ. ഒരുപാട് ഖൈറാത്തുകൾ ഈ മഹല്ല ജമാഅത്ത്, ഈ ഉറൂസ് കമ്മിറ്റി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവങ്ങളെ സഹായിക്കുകയും അങ്ങനെ വേണ്ടപ്പെട്ട ഒരുപാട് നന്മകൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. അങ്ങനെ ഒരുപാട് ഖൈറാത്തുകൾ ഇവിടെ നടക്കുന്നു. അത് തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുള്ള ഒരാൾക്കും ഈമാനുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടി വളരെ നല്ല നിലയിൽ ഒരാഴ്ചയായി ഇവിടെ നടന്നു വന്നു. വകൂനു മഅസ്വാദിഖീൻ എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ സ്വാലിഹീങ്ങളോട് കൂടാവണം. അത് ഹയാത്തിലുള്ള മഹാന്മാരും വഫാത്തിലുള്ള മഹാന്മാരും. സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത് അതൊരു മനുഷ്യനെ ഉന്നതമായ നിലക്ക് അത് കൊണ്ടുവരും, ആത്മീയമായി അവരെ വളർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ ഈ മഹാന്റെ അടുത്ത് പോയി ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് യാസീൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ യാസീൻ ആ മഖാമിൻ്റെ അടുത്തൊന്ന് പോയിട്ടൊന്ന് ദ്വാരുന്നാൽ അവരെ രോഗം സുഖപ്പെടും, കാര്യങ്ങൾ എളുപ്പമാകും, പ്രശ്നങ്ങൾ പരിഹരിക്കും. അല്ലേ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ പണ്ഡിത ശ്രേഷ്ഠർ എന്ന് റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ വലിയ മഹാനാണല്ലോ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാഹ്. ആ ഷാഫി ഇമാമിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ ഷാഫി ഇമാമു പറയാണ്, എനിക്കെന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ, എന്തെങ്കിലും വിഷമങ്ങൾ എന്നെ അലട്ടിയാൽ അതിന് പരിഹാരം ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്ന പണി എന്താണ്? അജിഉ ഇലാ ഖബ്രി അബി ഹനീഫത്തൻ നുഅ്മാൻ, ഞാൻ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യും, അവിടുത്തെ വസീലയാക്കി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പറയും. അതോടുകൂടെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. മഹാന്മാരൊക്കെ അങ്ങനെയാണ് നമുക്ക് വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നത്. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക. അത് ഈമാനുള്ള ആളുകൾക്കേ പറ്റൂ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ശിആറുകളെ തഅലീം ചെയ്യുക, അത് മുത്തഖീങ്ങളുടെ ഖൽബിന്റെ തഖ്വയാണ്. അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, സ്വഭാവമാണ്. അല്ലാത്ത ആളുകൾക്കൊന്നും അതിന് പറ്റൂല. ഇൽമിൻ്റെ അഹ്ലുകാരാദരിക്കുക, ആലിമീങ്ങളാദരിക്കുക, ഔലിയാക്കളാദരിക്കുക, സ്വാലിഹീങ്ങളാദരിക്കുക, അതെല്ലാം അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്.
റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിനോട് അനാദരവ് കാണിക്കലോ? നിങ്ങൾ കണ്ടോ ഖുർആനിൽ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ട മുഴുവൻ ജ്ഞാനങ്ങളും അള്ളാഹു നൽകി, വേണ്ടതൊക്കെ കൊടുത്തു. എന്നിട്ട് മലായികത്തിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഉസ്ജുദൂലി ആദമ, നിങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കണം. ഒരാൾ മാത്രം ആ കൽപ്പന അംഗീകരിക്കാതെ മാറി നിന്നു. ആ വ്യക്തിയുടെ പേരാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെ അഹങ്കാരം ആദരവിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ കാലാകാലവും അവൻ മൽഊനായി, ശപിക്കപ്പെട്ടവനായി. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാൻ, അള്ളാഹു ആദരിച്ചവരോട് അനാദരവ് കാണിക്കാൻ ഇബ്ലീസിന്റെ അനുയായികൾക്കേ പറ്റൂ. നമ്മുടെ ഈമാൻ ബാധിക്കുന്ന വിഷയമാണ്, ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ട് അത്തരം അപകടകരമായ അവസ്ഥകളിൽ ചെന്നെത്താതെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം അത് ഇസ്ലാം ദീനാണ്. ആ ഇസ്ലാം ദീൻ ഇവിടെ ദഅവത്ത് ചെയ്യാൻ, പ്രബോധനം നടത്താൻ വേണ്ടിയാണ് 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇവിടെ വന്നത്. ആ അംബിയാക്കളിൽ അവസാനത്തവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടനയായ, തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ എന്നും നിലനിൽക്കുന്നതുമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ ഖുർആൻ നൽകി. ആ ഖുർആനിന്റെ ബയാനാണ്, വിശദീകരണമാണ് ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠമായ ജീവിതം. ആ ജീവിതം നേരിൽ കാണുകയും അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത മഹാന്മാരാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ ശിഷ്യന്മാരായ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അസ്ഹാബിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ആ സ്വഹാബത്തിന്റെ ബഹുമാനം തങ്ങൾ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്. അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴിയിൽ എത്തും. അങ്ങനെയുള്ള 14ഓളം വരുന്ന സ്വഹാബികളെ നേരിൽ കാണാനും അവരിൽ നിന്ന് ഖുർആനും ഹദീസുകളും ദീനി ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കാനും ഭാഗ്യം ലഭിച്ച ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അഇമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആളം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമാത്തുകളുടെ അഹ്ലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, കറുത്ത തങ്ങളുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന അസ്സയ്യിദ് അഹ്മദ് റിഖാബ്, ബഹുമാനപ്പെട്ടവർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള വലിയ വലിയ മഹത്തുക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്ത്, സുന്നി പ്രസ്ഥാനം. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നിൽക്കാൻ ഈ ഉറൂസിന്റെ സമാപന സമ്മേളനത്തിൽ എല്ലാ ഖൽബുകളും പ്രതിജ്ഞ ചെയ്യണം. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടമെത്തിയാൽ
ഖിയാമത്ത് നാളിന്റെ അടയാളമായി എണ്ണിയ കൂട്ടത്തിൽ ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതു സ്വത്ത് സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം വന്നാൽ എന്ന് തുടങ്ങുന്ന ഇമാം തുർമുദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 15ഓളം അടയാളങ്ങൾ ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ. ആ ഹദീസിന്റെ അവസാന ഭാഗം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അതേ മഹാന്മാരെ തള്ളിപ്പറയാ. ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന വാദവുമായി സച്ചരിതരായ പൂർവീകരായ മഹത്തുക്കളെ തള്ളിപ്പറയുന്ന കക്ഷികൾ അവരുടെ കാലം വന്നാൽ, അവര് വെളിവാകുന്ന കാലം വന്നാൽ, അവര് പ്രത്യക്ഷപ്പെടുന്ന കാലം വന്നാൽ എന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞ ദീർഘമായ ഹദീസാണ്. ഫർതഖിബു ഇൻദ ദാലിക റിഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ, നിങ്ങൾ ഭൂകമ്പം പ്രതീക്ഷിക്കണം, നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിക്കണം, നിങ്ങൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകലിനെയും കോലം മറിക്കലിനൊക്കെ പ്രതീക്ഷിക്കണം എന്ന് തങ്ങൾ പറഞ്ഞ ദീർഘമായ ഹദീസാണ്. ഞാൻ വാക്ക് ചുരുക്കുകയാണ്. തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ അദാബിനെ, പരീക്ഷണങ്ങളെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിന്നോ. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് എൻ്റെ വോയിസ് കേൾക്കുന്ന മുഴുവൻ വിശ്വാസി ജനങ്ങളോടും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. എന്താണ് തങ്ങൾ പറഞ്ഞത്? എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാൻ ഇടവരും. പല ആളുകളും ഒന്ന് പറയും ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, എല്ലാവരും അവകാശവാദ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് പൂർവീകരെ തള്ളി പറഞ്ഞ് അള്ളാഹിനോട് മാത്രം ചോദിച്ചാൽ മതി, വേറെ ആരും വേണ്ട. അതിൻ്റെ ഇടയിൽ പിന്നെ വേറൊരാൾ ആവശ്യമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിയിട്ട്, തങ്ങളെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്ന ഒരു ദീൻ, അങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ? അതിന് സാധിക്കോ? തങ്ങൾ എന്താണ് പറഞ്ഞത്? എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസക്കാരെയും പല അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാൻ ഇടവരും. ആ സമയത്ത് നിങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ. എൻ്റെ സുന്നത്ത്, എൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത്, അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര് സംശയിപ്പിച്ചാലും ഒരു വസ്വാസിലൊന്നും നീ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നി പ്രസ്ഥാനത്തിൽ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ഉപദേശമാണ്. ആ ഉപദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞതുപോലെ മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആരെനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവര് വിലങ്ങിയ കക്ഷികളാണ്, അവര് സ്വർഗത്തിലേക്കില്ല.
അപ്പൊ തങ്ങൾക്ക് വഴിപ്പെടുന്ന ആളുകൾ, തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം സുന്നിയായി ജീവിക്കലാണ്, അഖീദ ശരിപ്പെടുത്തലാണ്. അതോടുകൂടെ മുസ്ലിമീങ്ങളെ ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കണ്ട. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണല്ലോ 5 വഖ്ത് നിസ്കാരം. ആ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ 5 തവണയും വാങ്കിലൂടെ പറയുന്നു, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ എന്ന് പറയുമ്പോൾ, ഓ മുസ്ലിം പുരുഷന്മാരെ, പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാരെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് ഔ മിനൽ മസ്ജിദ്. പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ല. അപ്പം മുസ്ലിം പുരുഷന്മാർ ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, ആവതുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാരും പള്ളിയിലെ ജമാഅത്തിന് പള്ളിയിലുണ്ടാകണം. ഓ ഉമ്മമാരെ, ഒരൊറ്റ വഖ്ത് നിസ്കാരവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടരുത്, ഖളായി പോകരുത്. അങ്ങനെ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എടുക്കുക. അതാണല്ലോ തഖ്വ, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യുക, വേണ്ടാന്ന് പറഞ്ഞത് മാറ്റിവെക്കുക. അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. അങ്ങനെ ചിന്തിക്കുമ്പോൾ കള്ളം പറയാൻ കഴിയില്ല, കളവ് പറയണ്ട, ഗീബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ്, രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദുമാർ, തങ്ങന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? അങ്ങനെ ഗീബത്ത്, നമീമത്ത്, ഫിതന, ഫസാദ് വേണ്ട. ഒരാളെയും ഇൻസൾട്ട് ആക്കണ്ട, ഒരാളെയും കുറവാക്കണ്ട, ഒരാളെയും വേദനിപ്പിക്കണ്ട. മുസ്ലിമായി ജീവിച്ചോളണം. കാരണം മുസ്ലിമിനെ തങ്ങൾ പരിചയപ്പെടുത്തിയതെന്താ? എങ്ങനെയാണ്? മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞൂടാ. ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിക്കുന്ന പ്രവൃത്തിയും ചെയ്തുകൂടാ. അങ്ങനെയുള്ള ഒരു ജീവിതം എപ്പോഴാണ് നമ്മിലുള്ളത്? അപ്പോഴാണ് നാം മുസ്ലിമെന്ന് ഖാല റസൂലുള്ളാഹി. അതൊക്കെ ചിന്തിക്കണം. മുസ്ലിമീങ്ങൾ എങ്ങനെ ലഹരി ഉപയോഗിക്കും? ഓ മുസ്ലിമീങ്ങളെ, ഇന്ന് ലഹരി ഉപയോഗം വർദ്ധിച്ച കാലാണ്. കള്ള്, കഞ്ചാവ്, ഹാൻസ്, പൻപരാഗ്, ബ്രൗൺ ഷുഗർ, പല പേരുകളിലും ലഹരി അതാ വിറ്റഴിക്കപ്പെടുകയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് മുഴുവനും പൈശാചിക പ്രവർത്തനങ്ങളാണ്. അത് മുഴുവനും ശൈത്താനുമായി ബന്ധപ്പെട്ടതാണ്. ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലുണ്ടോ? അത് ഉപയോഗിക്കുന്ന സമയം അവരിൽ ഈമാനില്ല, അവരിൽ ഈമാൻ നിലനിൽക്കില്ല. അതുപോലെ ഇന്ന് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, മിസ്കാള്, മെസ്സേജുകൾ, ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും, കോളേജിൽ പഠിക്കുന്നവരും, അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. മഅദല്ലാഹ്. വ്യഭിചാര പ്രവർത്തനം കണ്ണിന്റെ വ്യഭിചാരമാണ്. അൽ ഐനാനി സിനാഹു മൻ നളർ. കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. വലാ തഖറബു സിനാ. നിങ്ങൾ വ്യഭിചാരവുമായി അടുക്കാൻ പാടില്ല. അത് കടുത്ത വടക്കത്തരമാണ്. വളരെ വളരെ മോശമാണ്.
അമാ അലിംതും അന്ന സിനാ യൂരിസുൽ ഇഫ്തിഖാർ. നിങ്ങൾക്കറിയോ, വ്യഭിചാരവുമായി ആരെങ്കിലും ഇടപെടുന്നെങ്കിൽ അവർക്ക് ദാരിദ്ര്യമല്ലാതെ ഇല്ല, അവരുടെ മുഖത്ത് ഈമാന്റെ നൂറുണ്ടാവുകയില്ല. വ്യഭിചാരവുമായി ഇടപെടുന്ന ഈ നിലക്ക് ഹറാമായ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നവരിൽ ഈമാൻ നിലനിൽക്കില്ലെന്ന് റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയിലും ആ വിഷയം നടക്കുന്ന സമയം ഈമാൻ അവരിൽ ഉണ്ടാവില്ല. ആ സമയത്തെങ്ങാനും ഇപ്പോൾ അറ്റാക്ക് മരണം കൂടിയ കാലാണ്. ആ സമയത്തെങ്ങാനും നമ്മുടെ മൗത്ത് സംഭവിച്ചാൽ ഈമാനില്ലാത്ത മരണമായി പോകും. ഈമാനില്ലാതെ ഖബറിലെത്തിയാൽ, തോന്നിവാസികളായ ആളുകൾ ഖബറിലെത്തിയാൽ വടക്കായ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ചെയ്ത് ആ രൂപേണ ഒരാൾ ഖബറിലെത്തിയാൽ അത്തരക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം വിഷപ്പാമ്പുകളെ ഖബറിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത ഖദറാ. ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്തൊന്ന് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അമ്പത്തത്ത് ഖദറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് 4 ഭാഗത്തുനിന്നും ഖബറിൽ നിന്നെ ഉപദ്രവിക്കുമ്പോൾ, നിന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ, അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരൂല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പ എത്തൂല, നിന്റെ കൂട്ടുകാരെ വിളിച്ചാൽ അവരൊന്നും അവിടെ ഒരു സഹായവും അവിടെ ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിയോഗിച്ചവർ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ആ തങ്ങളെ പിടുത്തം ദുനിയാവിൽ വേണോ ആഖിറത്തിൽ വേണോ? ഹറാമുകളിൽ നിന്ന് വഴിമാറി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചോ. മൻ അത്വഅനി ദഖലൽ ജന്ന. ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. അതിനെതിരെ ആര് ജീവിക്കുന്നോ അവർ വിലങ്ങിയ കക്ഷികളാണ്, അവർ സ്വർഗത്തിലേക്കില്ല. പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലുക മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ. ഈ നിങ്ങളീ വേണ്ടാത്ത വിഷയങ്ങളിൽ അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് വാട്സാപ്പും ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ സമയം കളയുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ദിക്റിലായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈമാൻ സ്വലാത്ത് ചെല്ലിയ ആളുകളുടെ ദോഷം പൊറുക്കും. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഈമാന് പവർ കൂടും. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഇഖ്ലാസിന് പവർ കൂടും. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് തഖ്വക്കും വറഅനും സൂക്ഷ്മതക്കൊക്കെ പവർ കിട്ടും. സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ രോഗം സുഖപ്പെടും, കടങ്ങൾ വീടിക്കിട്ടും, ടെൻഷൻ നീങ്ങിക്കിട്ടും, ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല തവണ യഖളത്തിലും മനാമിലും സ്വപ്നത്തിലൊക്കെ കാണാൻ പറ്റും. സ്വലാത്ത് ചെല്ലുന്ന ആളുകളും തങ്ങളും വലിയ ബന്ധത്തിലായിരിക്കും. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ വലിയ ഉപദേശം പറയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അക്സിറൂ മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ.
സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ മരിക്കുന്ന സമയം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ അത് മതിയാകും. ഒരാൾ ശ്വാസമടങ്ങി ഖബറിലെത്തിയാലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരണം ഖബറിൽ വേണോ? സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് അതുണ്ടാകും. ഒരു ഖബറാളി ഖബറിലെത്തിയാൽ മലായികത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിച്ചു കൊടുക്കും, കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഖബറാളി സ്വലാത്ത് വർദ്ധിപ്പിച്ച് റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവനാണെങ്കിൽ വലിയ സന്തോഷത്തോടെ, ആദരവോടെ, താഴ്മയോടെ, വലിയ ആവേശത്തോടെ മലായികത്തിന് മറുപടി കൊടുക്കും, അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെനിക്ക് നന്നായിട്ട് പരിചയമുള്ള എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് മറുപടി പറയാനും ദുനിയാവിലും ആഖിറത്തിലും തങ്ങളെ പിടുത്തവും നോട്ടവും ഇടപെടലും ഒക്കെ ലഭിക്കാനും ധാരാളം സ്വലാത്ത് ചൊല്ലണേ. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലി തങ്ങളുമായിട്ടുള്ള വലിയ ബന്ധം സ്ഥാപിച്ച് ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ജദ്ദിദു ഈമാനകും ونوروا قلوبكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരും. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ പോവാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഹൈറായ നെയ്യത്തോടെ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം അല്ലാ.